കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ജോബ് ഫെയറിന് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെയർ കെ സുധാകരൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. വിവിധ കമ്പനികളിലേക്ക് നടക്കുന്ന ഇന്റർവ്യൂവിന് 12,000-ഓളം പേരാണ് ഇതിനോടകം തന്നെ പേര് രജിസ്റ്റർ ചെയ്തത്. രാവിലെ 9:30 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിന് 8 മണിക്ക് തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഒഴുക്കായിരുന്നു. സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമുള്ള 70ഓളം കമ്പനികളാണ് 2000 ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി ഗ്ലോബൽ ജോബ് ഫെയറിലേക്ക് എത്തിയത്. നൂതനമായ ആശയങ്ങളും നൂതനമായ മാർഗവും ലക്ഷ്യവും പരിവർത്തനവും കൂടി കണ്ടെത്തി പുതുമയുള്ള പ്രതിച്ഛായ ഉണ്ടാക്കാൻ കണ്ണൂർ കോർപ്പറേഷന് ഈ ജോബ് ഫെയറിലൂടെ കഴിയണം. ഒരു ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്ന യുവാക്കൾക്ക് വഴികാട്ടി കൊടുക്കാൻ കണ്ണൂർ കോർപ്പറേഷന് കഴിഞ്ഞെങ്കിൽ അത് വിജയമാണെന്ന് കെ സുധാകരൻ എം.പി. പറഞ്ഞു. ജോലിക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ഓടി നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു വേ ഔട്ട്, അവർക്കൊരു കൺവിക്ഷൻ, അവർക്കൊരു വഴി അത് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കോർപ്പറേഷന് സാധിക്കുമെങ്കിൽ നിങ്ങൾ ജയിച്ചു, കോർപ്പറേഷൻ സാർത്ഥകമായി എന്ന് ഞാൻ പറയും. അതല്ല, ആ കുട്ടികളൊക്കെ ഇനിയും തേരാപ്പാര നടക്കുന്നവരായി മാറിയാൽ അതിൻ്റെ പോരായ്മകൾ നിങ്ങളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കും. നിങ്ങൾക്ക് ലക്ഷ്യബോധം വേണം, ആ ലക്ഷ്യബോധം നിങ്ങൾ കൈമാറ്റം ചെയ്യണം. ഈ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങളിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ഈ കോർപ്പറേഷൻ ആദ്യമായി സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര സ്വാഗതം പറഞ്ഞു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു എളിയാവൂർ, ഷമീമ ടീച്ചർ, എം.പി. രാജേഷ്, പി.കെ. രാഗേഷ്, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, വി.കെ. ശ്രീലത, കൗൺസിലർമാരായ എൻ. ഉഷ, കൂക്കിരി രാജേഷ്, ബ്രാൻഡ് മീഡിയ എം.ഡി. സൈനുദ്ദീൻ ചേലേരി, വി.കെ. ഷൈജു, ടി. രാജീവൻ, കെ.പി. അബ്ദുൾ റസാഖ്, ഡി. ജയകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുൻ എം.എൽ.എ. എം. പ്രകാശൻ മാസ്റ്റർ, സി.പി. ഷൈജൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.